ഇനി രണ്ടാഴ്ചയിരിക്കുന്ന അച്ഛനെ രണ്ടുപേരും പോയി ഒന്നാക്കിയാണ് എല്ലാം ഒന്നാക്കണം എല്ലാം ക്ഷമിക്കണം ഞങ്ങളോട്. ഇനി എന്റെ അച്ഛനും ഞങ്ങളുടെ അച്ഛൻ ഒന്നിച്ചിരിക്കണം. അതാ ഞങ്ങളെ സന്തോഷം. അതെ അതെ അതെ. ഇനി നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. സന്തോഷമായിട്ട് അത്രേ ഉള്ളൂ. ഒരുമിച്ച് വലിയൊരു ഹോട്ടൽ കെട്ടി അതെ നമ്മൾ അടിപൊളിയാവും. 2 നില വേണം. അതാണ്. അതെ ഇത് മൂക്കില്ലേ അച്ഛന്? അയ്യോ എന്റെ അമ്മ എന്റെ കൈ തന്നപ്പോ അത്രേ ഉള്ളായിരുന്നു. എന്റെ തന്നോളൂ. ആശുപത്രി വെച്ചല്ലേ നിന്റെ തന്നെ? അതെ. എന്റെ കയ്യിൽ ഇത്ര പൈസ തന്നിട്ടുള്ളൂ. ആണോ? ഇതിന്റെ കുഴപ്പം എന്താ ഇപ്പം? അത് അടുപ്പിച്ച് വെച്ചാണ്. ഇതായതുകൊണ്ടില്ലേ ഇത്ര ഉള്ളത്. ആരുടെ മൂക്കെടുത്തോണ്ട് പോയത്? ബാക്കി പിന്നെ ഇവിടെ നോക്കി. നീ സൂക്ഷിക്കാത്തതിന്റെ കുഴപ്പമാണ് ഇത് കേട്ടോ. അതല്ലെന്നേ ഞാൻ പറഞ്ഞു. ഇനി അമ്മ കീറിയപ്പെടാൻ പോയതാണോന്നും എനിക്കറിയാം. ഞാനത് അങ്ങനെ പറഞ്ഞ നിന്നോട് ഞാൻ സൂക്ഷിച്ചു വെക്കണം. അമ്മ തന്നപ്പം തൊട്ട് സൂക്ഷിച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അയ്യോ ഞാൻ അതുപോലെ സൂക്ഷിച്ചു വെച്ചതാന്ന്. നീ പോവാന്ന് ഞങ്ങളൊരു സന്തോഷമായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോ പോകരുത്. ഞാൻ പറയുന്നേക്ക് നമുക്ക് എന്തെങ്കിലും പരിഹാരമുണ്ട്. അതല്ലെന്ന് ഇതേ എന്റെ അമ്മ തന്ന ഒരു സംഭവമാണ്. ചെറിയൊരു സംശയമാണ്. ശരിയാവോ നോക്കട്ടെ. അയ്യോ എന്റെ അച്ഛനാണ്. എന്റെ അച്ഛനായത്. അയ്യോ അല്ല ഞങ്ങളുടെ അച്ഛനാണ്. അല്ലെന്ന് എന്റെ അച്ഛനാണ്. മൂക്ക് കഴിച്ച എന്റെ അച്ഛൻ. ആശുപത്രി കിടക്ക വെച്ച് അമ്മ മരിക്കാൻ നേരത്ത് തന്നാ അച്ഛന്റെ ഒരേ ഒരു തെളിവാന്നും പറഞ്ഞു തന്നാ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വലിയേട്ടൻ, കുഞ്ഞനിയൻ, കൊച്ചേട്ടൻ, കുഞ്ഞനിയൻ, വലിയേച്ചി, കുഞ്ഞേച്ചി. അല്ല അത് അനിയത്തി. അത് നിന്റെ ചേട്ടത്തിയമ്മ. അല്ല അല്ല. അയ്യോ അനിയകുഞ്ഞിനെ കിട്ടിയല്ലോ. അപ്പൊ ഇനി നമ്മുടെ വീട്ടിലൊരു പുതിയ അതിഥി വന്നു. ഞങ്ങളുടെ അനിയൻകുട്ടൻ. എന്നാലും ചെറിയൊരു വിഷയം ഉണ്ട് കേട്ടോ. എന്താ വിഷയം? നമ്മള് ലോണിന് ആപ്ലിക്കേഷൻ കൊടുത്തില്ലേ? അതെന്തായാലും 50 ലക്ഷം രൂപ നമുക്ക് കിട്ടും. അപ്പൊ അത് നമ്മൾ 3ആയിട്ട് ഭാഗിക്കേണ്ടി വരത്തില്ലേ? ഞാൻ അന്നേരം പറഞ്ഞില്ല ഇവനെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളുവല്ല. ഇവൻ വെറും ചതിയനാന്ന്. നിർത്ത്. ഇവനോ നീയോ ഇവനോ അല്ല ഇവിടുത്തെ ചതിയന്മാര്. ഇവിടുത്തെ യഥാർത്ഥ ചതിയൻ നിങ്ങളുടെ ഈ തന്ത.